ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. നമുക്ക് പുറത്തുനിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മന്തിയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1.5 കിലോ ചിക്കനാണ് ഞാനിപ്പോൾ എടുത്തേക്കണത്. അത് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കനൊക്കെ വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ചിക്കൻ കഴുകിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പാനിലോട്ട് ഇട്ട് കൊടുത്തേക്കണത്. അല്ലെങ്കിൽ നമ്മത് വറുത്തെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം വരും. അപ്പോൾ ചിക്കനൊക്കെ അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലോട്ട് മന്തി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 ടീസ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് കരയാമ്പൂ ഇട്ട് കൊടുക്കാം. ഒരു 10-15 കരയാമ്പൂവ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കുക, കറുകപ്പട്ട കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. കുരുമുളക് കൂടുതൽ വേണമെന്നുള്ളവർക്കാണെങ്കിൽ കൂടുതലായിട്ടും ഇട്ട് കൊടുക്കുക. ഞാൻ ഉണക്ക ചെറുനാരങ്ങയാണ് ഇട്ട് കൊടുത്തേക്കണത്. പിന്നെ ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചിക്കൻ ക്യൂബാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മാഗിയുടെ ചിക്കൻ ക്യൂബ് ഇതുപോലെ കൈ കൊണ്ട് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പുള്ള ചിക്കൻ ക്യൂബാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ചിക്കനിൽ വേറെ സെപ്പറേറ്റ് ഉപ്പൊന്നും ചേർക്കണില്ല. ഉപ്പില്ലാത്ത ചിക്കൻ ക്യൂബ് ആണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഒരു കുറച്ച് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ റെഡ് കളറ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണെങ്കിൽ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ടേസ്റ്റ് കളർ ഇട്ടില്ലെങ്കിലും ടേസ്റ്റ് മന്തിയുടെ അസാധാരണ ടേസ്റ്റ് നമുക്ക് കിട്ടും. കളർ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നത് മാത്രം. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു അടുപ്പത്ത് വെച്ച് കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഞാൻ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 കപ്പ് അരിയാണ് എടുത്തേക്കണത്. 250 ml 5 കപ്പ് അരിയാണ് എടുത്തേക്കണത്. അത് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് അരി വേവാനായിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനൊരു വലിയ പാത്രമാണ് എടുത്തേക്കണത്. അപ്പോൾ അരി വേവാനായിട്ടുള്ള വലിയൊരു നമ്മൾ എടുക്കണ അരിക്കനുസരിച്ചുള്ള പാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മത് വെച്ച് ഊറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള പാത്രം നമുക്ക് എടുക്കാം. ഞാനൊരു ആ പാത്രത്തിൽ ഒരു 3/4 പാത്രം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അരി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കാവൂ. ഇനി ഈ അരി ഒരു 90% വേവ് ആവുമ്പോൾ നമുക്ക് ഊറ്റി മാറ്റാം. ബാക്കി നമ്മൾ ദമ്മിടുമ്പോൾ വെന്തോളും. അല്ലാണ്ട് ഭയങ്കരമായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് കുഴഞ്ഞു പോകും. അതിനുശേഷം അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത് ചിക്കൻ മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും ഇതുപോലെ വേവിച്ചെടുക്കുക. പിന്നെ ഇത് വല്ലാണ്ട് കരിഞ്ഞു പോകരുത്. അത്യാവശ്യം ഒരു വേവാവുന്ന വരെ മാത്രം ചിക്കൻ വേവിച്ചെടുത്താൽ മതിയാകും. നേരായിട്ട് ഇങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഫുള്ളായിട്ട് ഇതുപോലെ മറിച്ചിട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ കണ്ട ഈ ഒരു പരുവാവുന്നത് വരെയും വേണം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ ആ ചെറുനാരങ്ങ എടുത്ത് മാറ്റാം. പിന്നെ ഞാനിതിൽ നിന്ന്
കുറച്ച് ഓയിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിൽ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ഓയിലൊക്കെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അത് അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. എന്നിട്ട് നമുക്ക് ആ വേവിച്ചെടുത്തേക്കുന്ന ചോറ് ഈ ചിക്കൻ്റെ മുകളിലിട്ട് ലെയറായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വേവിച്ചതിൻ്റെ പകുതി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ചോറിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചേക്കുന്ന ഓയിൽ, നമ്മൾ ചിക്കൻ വറുത്ത ഓയിലുണ്ടല്ലോ, അത് ഇതിലോട്ട് ഓയിലിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചോറും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഓയിലും ഈ ചോറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ചോറിന് കളറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ടൈമിൽ കളറ് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കളറ് ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ ചിക്കനിലൊക്കെ കളർ ഇട്ടതുകൊണ്ട് പിന്നെ ഞാൻ ചോറിൽ സെപ്പറേറ്റ് കളർ ഇട്ടില്ല. അപ്പോൾ വേണമെന്നുള്ളവർ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചാർക്കോൾ ഇതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് മൂടി വെച്ചിട്ടൊന്ന് ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ടൊരു 15 മിനിറ്റോളം വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് മൂടി തുറക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് മൂടി തുറക്കാം. ഫ്ലെയിം ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ ചോറൊക്കെ ഒന്ന് കോരി മാറ്റും. വേറൊരു പാത്രത്തിലോട്ട് ചോറൊക്കെ കോരി മാറ്റാം. ഫുള്ളായിട്ട് ഇതുപോലെ ചോറ് കോരി മാറ്റിയതിന് ശേഷം അടിയിലുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ചിക്കൻ മാറ്റാം. എന്നിട്ട് നമുക്ക് ചോറിട്ടിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചിക്കൻ വല്ലാണ്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ചിക്കൻ എടുത്ത് മാറ്റിയത്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ചോറ് ഈ പാനിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ അടിയിലുള്ള ആ ചിക്കൻ വറുത്ത മസാലയും ഇതൊക്കെ ചോറുമലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ചോറ് ഫുള്ളായിട്ട് ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വല്ലാണ്ട് കുത്തിയിളക്കരുത്, ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചോറ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് നല്ല സ്ലോവിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന ആ ചിക്കൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മന്തിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.